എന്താ ദേവു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സജി, മേജറിന്റെ കാര്യം ഒരല്പം സീരിയസാ. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു അലോപ്പതി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ വിവരം എന്നെ അറിയിക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായും ഡോക്ടർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞ മേജർ ഇന്ന് തിരിച്ചു വരില്ല എന്ന്? അതെ. ആ അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരുമോ വേഗം? ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ചെല്. ആ ഗായത്രി, പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കാര്യത്തിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനമായിട്ട് ഞാൻ രാവിലെ അങ്ങ് എത്തും. ഓക്കെ, നീ കിടന്നു. ശരി. സജി വീട്ടിലേക്ക് പോവാണോ? ഈ രാത്രി ഇതാണ് എൻ്റെ വീട്. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. ഏയ്, ഇപ്പോൾ ഭേദമായി തോന്നുന്നുണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല. ആ, ഇഞ്ചക്ഷനും മെഡിസിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. രാത്രി വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. രാത്രി വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുതേ. ഓ, ശരി. ഡോക്ടറും ഉണ്ട്, നഴ്സും ഉണ്ട്. ഓക്കെ. നമുക്ക് വേണ്ടത് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇനി രാവിലെ നോക്കാം. ഓക്കെ. മേജർ, ആ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഓ, ശരി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ആ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ. ഓക്കെ. ശരി. ഐ ലവ് യു ദേവു. എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും എന്നെ വിശ്വസിക്കാം. നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോവാം. ഇണക്കുരുവികളെ പോലെ പറന്ന് 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 ദൂരെ ദൂരെ ദൂരേക്ക് പോവാം. ഈ സമയത്താണോ ദേവു ഫോണൊക്കെ എടുക്കുന്നത്? ചുമ്മാ. ഇത്ര മനോഹരമായ സമയത്ത് ആരെ ഈ ശല്യപ്പെടുത്താൻ വരുന്നത്?